ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉള്ള സമയത്ത് 25 രൂപ സബ്സിഡി കൊണ്ടുവന്നു. ഞാൻ കരഞ്ഞ നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പം 40 രൂപയുടെ മണ്ണെണ്ണയുടെ വില 150 അടുത്തായി, 120 ആയപ്പോൾ ഞാൻ ഗവൺമെന്റിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ സബ്സിഡി 25 രൂപ ഉയർത്തുന്നോ. ചെയ്തില്ല. എന്നിട്ട് ഈ പോണ പോക്കിന് 50 രൂപയാക്കി. അപ്പോൾ പൈസ ചിലവാക്കണ്ടല്ലോ. പോണ പോക്കിന് 10 കൊല്ലം 25 രൂപയിൽ നിന്നു. മണ്ണെണ്ണയുടെ വില 40 രൂപയിൽ നിന്ന് 120 രൂപ വരെ, 140 രൂപ ബ്ലാക്കിലുമായി. ഞാൻ കൈകൂപ്പി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ, ദയവ് ചെയ്ത്. കാരണം നമുക്കറിയാം സങ്കടം. മണ്ണെണ്ണ വട്ടി പലിശയ്ക്ക് കടം മേടിച്ചിട്ടാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. പഴയ മത്സ്യലഭ്യത പോലുമില്ല. തിരിച്ചു വരുമ്പോൾ വട്ടിപ്പലിശക്കാരെ കാത്ത് ഒന്നും കിട്ടിയിട്ടില്ല. സങ്കടമായിരുന്നു. അവർ 50 ആക്കിയിട്ടൊന്നും കൊടുത്തില്ല. നമ്മൾ 75 ആക്കി. മണ്ണെണ്ണയുടെ പകുതിയെങ്കിലും സബ്സിഡി ആക്കി, പകുതി കൂടുതൽ സബ്സിഡി ആക്കി. 75 രൂപ പകുതി കൂടുതൽ മണ്ണെണ്ണയുടെ ആക്കി. അതൊക്കെയാണ് ഹൃദയത്തിൽ തൊട്ടുള്ള പ്രവർത്തനങ്ങളാണ്. സങ്കടം കണ്ടിട്ടാണ്. ഭൂരഹിതരുടെ എണ്ണം പട്ടികജാതിക്കാരിലും പട്ടികവർഗക്കാരിലും മത്സ്യത്തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടാണ്. ഇതൊക്കെ നിയമസഭയിൽ സർക്കാരിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണിപ്പോൾ നടപ്പാക്കിയത്. അവസരം വന്നപ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അതല്ല, ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാകാണ് DA കുടിശ്ശിക. സമയാസമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗഡു പോലെ ഞങ്ങൾ കുടിശ്ശിക വരുത്തൂല, ഞങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റിൽ പോണ പോക്കിലെ ബജറ്റിലെ അടുത്തോളം കൊടുക്കുമെന്ന് എല്ലാ കുടിശ്ശികയും. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തിവെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ, ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? ആണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്രായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കേണ്ട പൈസ വേറെ കാര്യത്തിന് ചെലവാക്കി. എന്നിട്ട് ഇത്രയും കടം വരുത്തി വെച്ചിട്ട് 87,000 കോടിയുടെ കടവും ഇമ്മീഡിയറ്റ് ആയിട്ടില്ല വരുത്തി വെച്ച് 5,07,000 കോടിയുടെ കടം വേറെ വരുത്തി വെച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, DA കുടിശ്ശിക കൊടുക്കണല്ലേ? കുടിശ്ശിക ഉണ്ടാക്കിയ ആള്. ആ ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ബജറ്റിൽ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച 1 ഡസൻ സ്കീമുകളാണ് ആരോഗ്യ മേഖലയിൽ ഇവർ നിർത്തിയത്. ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പാവങ്ങളുണ്ട്, അവർക്കൊരു ആരോഗ്യ കിരണം പദ്ധതി ഉണ്ടായിരുന്നു, ഹൃദ്യം പദ്ധതി ഉണ്ടായിരുന്നു. എത്ര പദ്ധതികളാണ് തകർത്ത് അവസാനിപ്പിച്ചിട്ട് പോയത് ആരോഗ്യ മേഖലയിൽ. ടൈപ്പ് 1 ഡയബറ്റീസിന് കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതിനൊരു മെഡിസിൻ ഉണ്ടായിരുന്നു, ഇൻസുലിൻ. എന്നിട്ട് ഇപ്പോൾ ഒരു വേറെ വില കുറഞ്ഞ ഇൻസുലിൻ മേടിച്ചു കൊടുത്തു. ഒരു പ്രാവശ്യം ഇൻസുലിൻ എടുക്കേണ്ടതിന് പകരം 3 പ്രാവശ്യം 4 പ്രാവശ്യം എടുക്കുന്ന ഒരു ഇഫക്റ്റും ഇല്ല. ഇവരുണ്ടാക്കി മേടിച്ചു വെച്ച മരുന്നാണ് ടൈപ്പ് 1 ഡയബറ്റീസിന്. ഒരു സഹായവും ചെയ്യാതെയാണ് പോയത്. കാരുണ്യ ബനവല ഫണ്ട് ഞങ്ങളത് നടപ്പാക്കണമെങ്കിൽ എത്ര കോടി രൂപ ഇനി കൊടുക്കണം? കാരുണ്യ സ്കീമിൽ 1,200 കോടി, വേറെ ബെനവലന്റ് സ്കീമിലും രണ്ടിലും കൂടി 2,000 കോടിയോളം കൊടുക്കണം. ഇതൊക്കെ ബാധ്യത വരുത്തി വെച്ചിട്ട് പോയിരിക്കുകയാണ്. അത് എല്ലാം ബാധ്യതയാണ്. ഒന്നും ചെയ്തില്ല. ക്രൗഡ് ഫണ്ടുണ്ടായിട്ടൊന്നും ഇത് ചെയ്തില്ല. സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ പദ്ധതിയിലെ ആളുകൾക്ക് നിഷേധിക്കുകയാണ് ചികിത്സ. കാരണം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഏകദേശം 700-750 കോടി രൂപ കൊടുക്കാനുണ്ട്. കടം വരുത്തി വെച്ചേക്കാണ്. അല്ല, ഇവരെ ഈ പദ്ധതികളൊക്കെ പോകാൻ നേരത്ത് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. പോകാൻ നേരത്ത് 10 കൊല്ലം ഇരുന്നിട്ട് ഇതൊന്നും പറ്റിയില്ല. 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രഖ്യാപിക്കാതെ ഇലക്ഷൻ്റെ ഓഫ് ദി ഇലക്ഷന്റെ സായാഹ്നത്തിൽ പ്രഖ്യാപിച്ചതാണ് ഈ പദ്ധതികൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഫെബ്രുവരിയിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ട്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഞങ്ങളത് പരിശോധിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ക്യാബിനറ്റ് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ ഞങ്ങളത് പരിശോധിക്കും. ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് പോലും പരിശോധിക്കേണ്ടതാണ്. ഇലക്ഷൻ കാലത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലിസ്റ്റാണ്.
തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തൊക്കെ പ്രഖ്യാപനം നടത്തിയത്? ഇപ്പം ജീവനക്കാരോട് ഭയങ്കര സ്നേഹമാണല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ്റുകളെല്ലാം ചെയ്തത് എന്താ? അവരുടെ കാലത്ത് പേ കമ്മീഷൻ നിയമിച്ച് പേ കമ്മീഷൻ്റെ ജോലി പൂർത്തിയാക്കി പേ കമ്മീഷൻ്റെ അവാർഡ് കൊടുത്തു, പേ കമ്മീഷൻ നടപ്പിലാക്കി ഇല്ലേ? ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകളെല്ലാം. ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്? പേ കമ്മീഷൻ പ്രഖ്യാപിച്ചത് എന്നാ? ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ്. അങ്ങനെ 6 മാസത്തേക്ക് സമയം കൊടുത്തു. അപ്പം അടുത്ത സർക്കാരിൻ്റെ തലയിലിരിക്കട്ടെ എന്ന്. ഒരു ബാധ്യത ഏറ്റെടുത്തില്ല. DA കുടിശ്ശിക വരുത്തി, DR കുടിശ്ശിക വരുത്തി, ലീവ് സറണ്ടർ അടിച്ചു മാറ്റി, മെഡിസപ്പ് പൊളിച്ചു. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കരം, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ ഫയലും ഞാൻ തരാം. ഞങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോണ പോക്കി ചെയ്തത്, പോകുന്ന പോക്കില്ലേ.